ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അലുവയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തു വെച്ചിട്ടുണ്ട്. അതേ കപ്പിൽ അളവിൽ തന്നെ 2 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളം, ആവശ്യത്തിനുള്ള നെയ്യ്, കുറച്ച് കാഷ്യൂനട്ട്. ഇത്രയാണ് ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ മാവ് ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവെടുത്ത അതേ അളവ് കപ്പിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഇതിലിപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ച് മാവ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ചെയ്യാം. ഇതിപ്പം റെസ്റ്റിന് വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കട്ടാളൊന്നുമില്ലാതെ അലിയിച്ചെടുക്കാം. അതിനായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പ വെച്ച് അരിപ്പയിലൂടെ അരിച്ച് നമുക്കിതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ അരിച്ചെടുക്കണം. ഇതിപ്പം നമ്മൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് മറ്റൊരു പാൻ വെച്ച് അടുപ്പൊന്ന് കത്തിക്കാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വച്ചേക്കുന്നതിൽ നിന്ന് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കാരമലൈസ് ചെയ്തെടുക്കണം. ബ്രൗൺ നിറമാവുന്നവരെ നമുക്ക് സിമ്മിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം എടുത്ത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇപ്പം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചേക്കുന്ന മാവിന്റെ മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൈയെടുക്കാതെ തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കാം. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചേക്കുന്നതിൽ പകുതി പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചു വെച്ചേക്കുന്ന കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കളർ കൂടെ ചേർക്കാം. അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ കുറച്ച് കളർ കൂടെ ചേർക്കാം. ഞാനിതിൽ എന്തായാലും കുറച്ച് റെഡ് കളർ ചേർക്കുന്നുണ്ട്. അതോടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചേക്കുന്നതിൽ പകുതി കാഷ്യൂനട്ട് കൂടെ ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക്
കുറച്ച് വെള്ള എള്ള് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബാലൻസ് ഉള്ള കാഷ്യൂ നട്ടും കൂടെ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനായിട്ട് തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്കിത് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മോൾഡിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ ഇത് ഇളകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.